ഈ അമ്മായിക്ക് ഒരു വിചാരമുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ സുന്ദരി അമ്മായിയാണെന്ന്. ആ വിചാരേ തലേന്ന് അങ്ങ് എടുത്ത് കളഞ്ഞേരെ. എടാ അത് വിചാരമല്ലടേ, അതാണ് പച്ചായ പരമാർത്ഥം അല്ലേ അമ്മ? ഞാൻ ഇതിലിപ്പോ അഭിപ്രായം പറഞ്ഞാലേ ശരിയാവൂല. എന്നാ പിന്നെ കലകാരി പറ. അത് വന്ന് ആരും ഒന്നും പറയണ്ട, ഇവിടെ എല്ലാവർക്കും സത്യം അറിയാം. ഞാൻ പഠിക്കുന്ന സമയത്തെ എത്ര പയ്യന്മാരെന്നെ പുറകെ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? അതിപ്പോ എന്നെ പുറകെ നടന്നിട്ടുണ്ട്. എന്നോട് പുറകെ നടന്നിരിക്കാങ്ക. പഠിക്കുന്ന സമയത്ത് എത്ര പേരെ എന്റെ പുറകെ നടന്നിട്ടുള്ളതെന്നറിയാവോ? 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ? അതൊന്നും അല്ല, അത് കഴിഞ്ഞിട്ട്. അമ്മൂമ്മ പറഞ്ഞതിൽ എനിക്ക് വിശ്വാസമാണ്. കാരണേ പണ്ട് കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മൂമ്മയുടെ ടീനേജ് ഏജിലൊക്കെ ഉണ്ടല്ലോ അമ്മ സുന്ദരി കോതയായിരുന്നത്. പക്ഷെ അമ്മായി പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. അതെന്ത് ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വസിച്ചോ? പച്ച കള്ളമായതുകൊണ്ട്. അയ്യാ, നിനക്ക് ഞാൻ തെളിവ് സഹിതം തരാം. കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ ബ്യൂട്ടി ക്യൂനായിരുന്നു. എത്ര പയ്യന്മാര് പുറകെ നടന്നിട്ടുണ്ടായിരുന്നെന്ന് അറിയാമോ? എനിക്ക് ഡാൻസും പാട്ടും എല്ലാം അറിയാമായിരുന്നല്ലോ. ഞാൻ ഓവറോൾ ആയിരുന്നല്ലോ. പുളു 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 വെറും പുളു. പൂളുവാ? നീ കണ്ടിട്ടില്ലേ ഞാൻ ഡാൻസും പാട്ടൊക്കെ ചെയ്യണ? ഡാൻസും പാട്ടൊക്കെ ചെയ്യുന്നത് ഓക്കെ, അതൊക്കെ സമ്മതിച്ചേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ ഒരു കാര്യം, എന്താ ബ്യൂട്ടി ക്യൂനാ. ഞാൻ സമ്മതിച്ചു തരൂല. അമ്മ പറ, എനിക്കാണോ അവക്കാണോ സൗന്ദര്യം കൂടുതൽ? അതിപ്പം ഞാനേ കുറച്ച് മുള ഉണക്കാൻ വെളിയിലിട്ടിട്ടുണ്ട്, ഞാൻ ഒന്നും പോയി നോക്കിട്ട് വരട്ടെ. അമ്മമ്മ നൈസായി മുങ്ങിയേട്ടാ. എന്നാലേ പാറു പറ, അമ്മായിയാണോ സുന്ദരി ലച്ചു ചേച്ചിയാണോ സുന്ദരി? ഈ പഠിക്കാൻ ഒരു പാഠമുണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്ന് ചെല്ലട്ടെ. മുങ്ങിയല്ല അവളും. എന്നാ കനകേച്ചി ചേച്ചി പറ, ഞാനാണ് അവളാണോ സുന്ദരി? அப்பா சாமி என்னை விட்டுடு, எனக்கு எங்கேயும் போகிறதுக்கு இல்லை. ചേച്ചി, അമ്മ നിന്നോണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാത്തത്. എനിക്ക് ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. പുളു 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 പിന്നെയും പുളു. എന്റെ അമ്മായിയൊക്കെ പഠിക്കുന്ന സമയത്ത് എവിടെയാണ് ലവ് ലെറ്റേഴ്സ്? ലവ് ലെറ്റേഴ്സ് ഒക്കെ ജാമാവന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള സാധനങ്ങളാണ്. അമ്മയൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോണും മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നല്ല. ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു. പക്ഷേ ചേച്ചി കേൾക്കണോ, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയം ദുബായിലൊരു ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഒരു ദിവസം പുള്ളി എനിക്കൊരു ലവ് ലെറ്റർ തന്നു. അതൊരു സംഭവ ലെറ്റർ ആയിരുന്നു ചേച്ചി. എന്തെന്നറിയാമോ? ആളുടെ ബ്ലഡ് കൊണ്ടാണ് ആ ലെറ്റർ എഴുതി തന്നത്. பிளட்டா? அப்ப அவங்கள்ட்ட என்ன பேலி இல்லையா? അതുകൊണ്ടല്ല ചേച്ചി, പുള്ളിക്കിനെ അത്ര ഇഷ്ടമായിരുന്നു. அப்புறம் എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ലാസ്റ്റ് ഡേ ആണ് പുള്ളി എനിക്ക് ഈ ലെറ്റർ കൊണ്ട് തന്നത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ പുള്ളി കാണേണ്ട ആവശ്യമില്ലല്ലോ. അതോടെ ഞാൻ സ്റ്റേറ്റിൽ നിന്ന് അങ്ങ് വിട്ട്. കാരണം എന്താ അറിയോ, അല്ലെങ്കിൽ എത്ര പയ്യന്മാരുടെ ചോര ഇല്ലാതായ എന്നെ. മണ്ണാ കേട്ട എന്റെ അമ്മായി കുട്ടുമാമനല്ലാതെ വേറെ ആരെങ്കിലും ഇതിന്റെ പുറകെ നടക്കുവോ? അതുകൊണ്ടാണ് പിന്നെ കുറെ പയ്യന്മാര് പുറകെ നടന്നത്. എടാ വിശ്വസിക്കണ്ടേ, നിങ്ങൾ ആര് വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. പക്ഷെ ഇതാണ് സത്യം. ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കണ്ട. എനിക്ക് വേണമെങ്കിലേ ഇത് അരച്ച് തേര്, പക്ഷെ ഞാൻ മിക്സ് തരൂല. അത് തരാത്തെ? എനിക്ക് വേറെ ആവശ്യമുണ്ട്. താൻ തന്റെ ആവശ്യം വെച്ചോണ്ട് ഇവിടെ ഇരുന്നോ. ഞാൻ വേറെ അപ്പുറത്തെങ്ങനെ പോക്കണം. இதெல்லாம் நிஜமா? ചേച്ചിക്ക് വിശ്വാസമായില്ലേ? പക്ഷെ ഇനിയും കുറെ കഥയുണ്ട് ചേച്ചി, ഞാൻ വഴിയെ പറഞ്ഞുതരാം. சொல்லு, ரொம்ப இன்ட்ரெஸ்டிங்கா இருக்கு. ആണോ? പറഞ്ഞുതരാം കേട്ടാ. காதல் தானே, புனிதமானது. சொல்ல நான் போவா? കഷ്ടം, ഇത്ര മണ്ടികളായി പോയല്ല എന്റെ ദേവിയെ. എല്ലാം വിശ്വസിച്ചു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.